ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നാടൻ പലഹാരം റെസിപ്പിയാണ്. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നെയ്യപ്പം എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്യപ്പം റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് ഒരു 10 മിനിറ്റിൽ തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പം അരിയൊന്നും കുതിർക്കാതെ തന്നെ പെട്ടെന്ന് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പം നെയ്യപ്പം റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നല്ല അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. ഇതിലോട്ട് ഏകദേശം നല്ല വലിപ്പമുള്ള 2 വലിയ ശർക്കര ഞാൻ ഉടച്ച് പാത്രത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉടയ്ക്കാതെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ അത് പെട്ടെന്ന് നമുക്ക് ഉരുകി കിട്ടത്തില്ല. ഇതേപോലെ ഉടച്ചിട്ടിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ശർക്കര ഉരുകി കിട്ടും. ഇതിലോട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഇവിടെ ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 കപ്പ് വറുത്ത അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അരിപ്പൊടി എടുത്ത അതേ കപ്പിൽ 1 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മാവിലോട്ട് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ചൂടോടെ തന്നെ നമുക്ക് അരിച്ച് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം പകുതി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് ആണെങ്കിൽ മാത്രം നമുക്ക് ബാക്കിയുള്ള ശർക്കരയും ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത ശർക്കര കുറഞ്ഞു പോയി മാവ് എന്നിട്ടും കട്ടിയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വാം വാട്ടർ, സാധാ നോർമൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. നമുക്ക് ചെറിയ ചൂടുവെള്ളം തന്നെ ഇതിലോട്ട് ഒഴിച്ച് നമുക്കൊരു മാവ് തോനെ ലൂസാവുന്ന പോലെ കുറച്ച് ഒന്ന് ലൂസാവുന്ന രീതിയിൽ, കൂടുതൽ ലൂസായി പോകാൻ പാടില്ല, എന്നാൽ കൂടുതൽ തിക്കാവാനും പാടില്ല. ആ ഒരു രീതിയിലൊന്ന് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി നമ്മൾ സ്പൂൺ വെച്ച് എത്ര മിക്സ് ചെയ്താലും കുറച്ച് കട്ടകൾ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് മിക്സിയിൽ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മളെ ബാറ്റർ ഞാൻ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. വെള്ളം ചേർത്ത് അരയ്ക്കാൻ പാടില്ല. നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ള അതേപോലെ തന്നെ നമുക്ക് ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആവാനും കട്ടകളുണ്ടെങ്കിൽ അത് നല്ല രീതിയിലൊന്ന് അരഞ്ഞ് കിട്ടും. നമ്മൾ ആദ്യം മിക്സ് ചെയ്ത അതേ ബൗളിൽ തന്നെ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നേരത്തെ തിക്കായിട്ടിരുന്നത് ഇപ്പോൾ നല്ല കുറച്ചും കൂടെ ലൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉണക്കിയ തേങ്ങ ഞാൻ ഇവിടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ബൗൾ നിറച്ചും എടുത്തിട്ടുണ്ട്. പിന്നെ കറുത്ത ജീരകം അതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉണക്കിയ തേങ്ങ കുറച്ച് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. ഇപ്പം നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ആ കറുത്ത ജീരകവും കൂടെ ആ പാത്രത്തിൽ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ചൂടോടെ തന്നെ ഈ ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഏലക്കപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏലക്കയുടെ കുരു മാത്രം, ഒരു 4 ഏലക്കയുടെ കുരു മാത്രം എടുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ റവ ആഡ് ചെയ്ത് കൊടുക്കാം. റവ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ നെയ്യപ്പം നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് റവ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരല്പം ജീരകത്തിൻ്റെ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ നെയ്യപ്പത്തിൻ്റെ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ബേക്കിംഗ് സോഡ അതും ഒരു നുള്ളു മാത്രം ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ റെഡിയാക്കുന്നതുകൊണ്ടാണ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നല്ല രീതിയിൽ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ നെയ്യപ്പം റെഡിയാക്കാനുള്ള ഓയിലും ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓയിലും നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ ബാറ്റർ വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് റെഡിയാക്കുന്നതുകൊണ്ട് നമ്മൾ എണ്ണ ചൂടായാൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് നെയ്യപ്പം റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ മാവ് ഒന്നും കൂടെ ഇതേപോലത്തെ ഒരു കുഴിയുള്ളൊരു സ്പൂണാണ് എടുക്കേണ്ടിയുള്ളത്. എന്നിട്ട് ഒന്നുകൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാസ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതിൽ നിന്ന് അല്പം നമുക്ക് കോരി ഒഴിച്ച് കൊടുക്കാം. നമ്മൾ നല്ല ചൂടായി കിടക്കുന്ന ഓയിലാണ്, അതിന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ. ഇതേപോലെ നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊരു 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ തനിയെ പൊങ്ങി മുകളിലോട്ട് വരും. ആ സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കൊരു ബ്രൗൺ കളറാവുന്നവരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യത്തെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ എല്ലാ നെയ്യപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് നെയ്യപ്പമാണ്. അപ്പോൾ നമ്മൾ ആദ്യം റെഡിയാക്കിയ നെയ്യപ്പം ഇപ്പോൾ നല്ല തണുത്ത് വന്നിട്ടുണ്ട്. പുറം നല്ല ക്രഞ്ചി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിട്ടുള്ള നെയ്യപ്പമാണ്. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു നെയ്യപ്പം റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്യപ്പം റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.